അതും എപ്പോഴും ഇങ്ങനത്തെ തിയറി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു ജീവിതത്തിൽ എനിക്ക് 100 ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യാഹ്! സിനിമ. പക്ഷെ ശരിക്കും ഈ 100 ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവുന്നുണ്ടല്ലോ. അതായത് ബാക്ക് ടു ബാക്ക് സിനിമ കിട്ടാത്ത സന്ദർഭം ഉണ്ടാവുമല്ലോ. ആ. അപ്പൊ ഈ ക്രാഫ്റ്റിനെ എങ്ങനെയാ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുക? ഈ സിനിമ വരും, എൻ്റെ കാലിബറിന് പറ്റുന്ന എനിക്ക് ചെയ്യാൻ സ്കോപ്പുള്ള സിനിമ വരും. അതൊരു അതിനൊരു മാനിഫെസ്റ്റേഷൻ, അതിനൊരു വിൽ പവർ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാക്കും? ഇത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ നമ്മളെ ഓർക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ. ആ രീതിയിൽ ഞാൻ മാക്സിമം നെറ്റ്വർക്കിംഗ് ഉദ്ദേശിക്കുന്നത്? അതെ, ആ. നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സ് ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഓരോ പ്രോജക്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ വീണ്ടും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ വരും. അല്ലാതെ ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ അത്രയ്ക്കൊന്നും ഞാൻ മുന്നോട്ടൊന്നും ആ. ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ ഇങ്ങനെ പാഷൻ ആവുമ്പോ ഇത് ഭയങ്കര റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല? വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്നെ നല്ലോണം ബോദർ ചെയ്തേനെ. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം മൊത്തം ഞാൻ പഠിത്തത്തിലേക്കാണ് കൊടുക്കുന്നത്. സോ സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് അവിടെയും ഞാൻ എൻ്റെ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുകയാണ്, ആൾക്കാരെ പഠിക്കുന്ന രീതി മനസ്സിലാക്കുകയാണ്. സോ ഇവിടെ പഠിക്കുന്നതൊക്കെ ഞാൻ ഇപ്പുറത്ത് ചിലപ്പോൾ ഇപ്പുറത്ത് വിടും. സോ എല്ലാം ഒരു ബാലൻസിന്റെ രീതിയിലാണ് ഞാൻ പോകുന്നത്. ഈ സൈക്കോളജി പഠിച്ചത് ജീവിതത്തെ എളുപ്പാക്കിയിട്ടുണ്ട്? പിന്നെ അയ്യോ, ഐ തിങ്ക് ദാറ്റ് ഹസ് ബിൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ഓഫ് മൈ ലൈഫ്, സൈക്കോളജി പഠിച്ചത്. എങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിൾ? അല്ല, കുറേ കാരണം സൈക്കോളജി പഠിച്ച് തന്നെ എനിക്ക് എന്നെ കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ലൈക്ക് യുവർ പെർസെപ്ഷൻ ഓൺ ഹൗ ടു സീ ലൈഫ് കുറേ മാറും. ലൈക്ക് ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ വരുമ്പോഴത്തേക്കും എങ്ങനെ മുന്നോട്ട് പോകണം, ലൈക്ക് സന്തോഷിക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ലൈക്ക് നല്ലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും മൊത്തത്തിലൊരു ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് ദാറ്റ് എല്ലാ സ്കൂൾസിലും മസ്റ്റായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് കുഞ്ഞിലത്തെ 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് തൊട്ട് 12 വരെ കമ്പൾസറി ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. കാരണം പല രീതിയിലും ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒരു കുറച്ച് ബേസിക് സൈക്കോളജി ആ പഠിക്കേണ്ട രീതിയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അറിയുവാണെങ്കിൽ തന്നെ വളരെ വ്യത്യാസം ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈക്കോളജി ഒരുപാട് ടേംസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്നിങ്ങനെ പരന്ന് നടക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു സെം എക്സാമിന് തോറ്റു, അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ബ്രേക്കപ്പ് ഉണ്ടായി, അപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ ഡിപ്രസ്ഡാണ്. ഈ ഡിപ്രഷനും സാഡ്നെസ്സും തമ്മിൽ ഒരു വര വരയ്ക്കാൻ പറ്റുന്നില്ല ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നോക്കുന്ന ആളുകൾക്ക്. അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ? പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടെക്നിക്കലി ഇല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് പൊതുവേ ഇപ്പം മെന്റൽ ഹെൽത്ത് അവയർനെസ് കൂടിയിട്ട് ആൾക്കാർ വളരെ കൂടിയിട്ടെന്ന് വെച്ചാൽ കൂടുതൽ നല്ലതാണ്. പക്ഷെ അത് വളരെ ലൂസായിട്ടാണ് ടേംസ് യൂസ് ചെയ്യുന്നത്. സോ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ ടേംസിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാതെയാണ് കുറെ പേര് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് ശരിക്കും അത് അനുഭവിക്കുന്ന ആൾക്കാരുടെ പെയിനിനെ നമ്മൾ ചെറുതായിട്ട് കണ്ടു പോകുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നൽ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ബി ലിറ്റിൽ മോർ കെയർഫുൾ. ഇപ്പോൾ ഒരാളോട് പെരുമാറുന്ന രീതി ശരിയല്ല. ഒരാളോട് ഇപ്പോൾ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ എമ്പതിയോടുകൂടി പെരുമാറാൻ ഒരാൾക്ക് ഒരു സ്വഭാവദൂഷ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അതിനയാൾ എനിക്കിന്ന് മൂഡ് സ്വിങ്സ് ആണ് എന്നൊക്കെ പറയുന്നത് അത് തെറ്റാണ്. നമ്മൾ നമുക്ക് എല്ലാവർക്കും ഈ നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന ഈ അസുഖങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന എന്താണ് ട്രേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതെല്ലാവർക്കും കാണും. അതെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അസുഖം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ ചില കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഫങ്ഷനാലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്തുമ്പോഴത്തേക്കാണ് നമ്മളത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ട് അത് പ്രശ്നമായിട്ട് കാണുന്നത്. അല്ലാതെ നമുക്കൊക്കെ എല്ലാവർക്കും ഡെയിലി അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാവും. അതിനൊക്കെ ഇത്രയ്ക്കും ക്രിട്ടിക്കലായിട്ട് കണ്ടാൽ അത് കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ ഏതാ? അങ്ങനെ നോക്കിയാൽ ഞാൻ മണിച്ചിത്രത്താഴെന്നേ പറയത്തുള്ളൂ. എനിക്ക് പേഴ്സണലി അത് ഞാൻ ചിലപ്പോൾ അത്രയും കുഞ്ഞിലെ തൊട്ടേ കണ്ട് എനിക്ക് ആ സമയത്ത് പോലും അവർ അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഫീൽ പേഴ്സണലി എനിക്ക് ആസ് എ മൂവി എനിക്ക് ഒബ്വിയസ്ലി മണിച്ചിത്രത്താഴ് മാത്രമല്ല, അതിന്റെ മുന്നേ മറ്റേ ഇരകൾ മറ്റേ പടത്തിന്റെ പേരെന്തായിരുന്നു? ഇതാണോ മറ്റേ ശോഭന ചേച്ചി മറ്റേ ബസ് ഇന്നലെ ഒക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കുറേ കൾട്ട് കുറേ പടങ്ങളുണ്ടല്ലോ. സോ ഇന്നലെ വളരെ നല്ല പടമാണ്. ഇതിപ്പോ PG കഴിഞ്ഞതിന് ശേഷമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലെയേഴ്സ്, ഇതിലിപ്പോൾ സൈക്കോളജിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള വിധം, അതിനെ യൂസ് ചെയ്തിട്ടുള്ള വിധം, അത് കുറച്ചുകൂടി നല്ലൊരു പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കാറുണ്ടോ?
എങ്ങനെ എനിക്ക് ഇപ്പൊ സൈക്കോളജി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. അതെ. അപ്പൊ അബ്നോർമൽ സൈക്കോളജിയെ പറ്റിയിട്ട് നോർമൽ സൈക്കോളജിയെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പൊ ഇന്നലെ എന്നുള്ള സിനിമ എപ്പോഴും നിൽക്കുന്ന ഒരു ബ്രിങ്കിലാണല്ലോ. ഇത് എപ്പോ വേണമെങ്കിൽ തിരിയാം, എപ്പോ വേണമെങ്കിൽ അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലും പ്രശ്നമാണ്. അപ്പൊ അത് അങ്ങനെ കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ത്രില്ലിംഗ് ആവോ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി സ്റ്റഡി മെറ്റീരിയൽ ആവോ, അങ്ങനെയൊക്കെ പറ്റാറുണ്ടോ? കാരണം ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കോളേജിൽ ആക്ച്വലി സാറ് സ്ക്രീനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലൈക്ക് മലയാളത്തിൽ കുറച്ച് കാണാൻ കുറച്ച് സൈക്കോളജിക്കലി അന്ന് അത് ഇത്രയും ഞാൻ ഇന്നലെ ഓർത്ത് വെക്കുന്നതിൻ്റെ കാരണം നമ്മൾ കേസ് സ്റ്റഡി എടുത്തിട്ട് ഫിലിം കണ്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ അതാണ് ഇത്രയും ലൈക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഇന്നലെയുടെ കാര്യം പറഞ്ഞത്. സോ അങ്ങനെ കാണുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള കാണുന്ന കേസസിനെ പറ്റിയിട്ട് സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതും സയന്റിഫിക്കലിയും ആക്യുറേറ്റ് ആയ രീതിയിൽ പോകുമ്പോഴത്തേക്കും രസമാണല്ലോ. ഗൗതമിയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് 2 ആക്ടേഴ്സിനോട് ഭയങ്കര ഒരു അഡോറേഷൻ അഡ്മിറേഷൻ ഒക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് ജോണി ഡെപ്പും ഒന്ന് അമീർ ഖാനുമാണ്. കാണിച്ചായിരുന്നോ? ഓക്കെ. അപ്പോൾ ഈ 2 ആക്ടേഴ്സും അവരുടെ ഒരു പെർഫെക്ഷനിസം, അവർ സിനിമയോട് കാണിക്കുന്ന ഡിവോഷനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും അത്. കാരണം ഇപ്പം ചോദിക്കുമ്പോഴത്തേക്കും മേ ബി എൻ്റെ മനസ്സിൽ ഇർഫാൻ ഖാൻ ഇല്ലെങ്കിൽ എന്താണ് സ്മിത പട്ടേൽ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാരും ഇപ്പോൾ അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് ഏത് പ്രായത്തിലാണ് ഞാൻ പറഞ്ഞത് പോലും എനിക്കിപ്പോൾ സത്യം പറഞ്ഞു വളരെ തുടക്കത്തിലാണ്. അതൊക്കെ ആ പ്രായമൊക്കെ എപ്പോഴേ മാറിക്കാണും. സോ അല്ല, ഇപ്പം അങ്ങനെ ചില ആക്ടേഴ്സൊക്കെ ഒരുപാട് അതിന് വേണ്ടി കൊടുത്തിട്ട്, ക്രാഫ്റ്റിന് വേണ്ടി കൊടുത്തിട്ട് ഇവർക്ക് ആ പേഴ്സണൽ ലൈഫ്, ആ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ലൈഫ് ഒരുപാട് മിസ്സായി. ഇപ്പം അമീർ ഖാൻ അത് പറഞ്ഞ് കരയുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട്. സോ ആക്ടേഴ്സ് അങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആളുകൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ഒക്കെ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഒരു നടി അല്ലെങ്കിൽ ഒരു നടന് വർക്ക് ലൈഫ് ബാലൻസ്? കാരണം ഇതിന് അങ്ങനെ ടൈം ഷെഡ്യൂൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഷിഫ്റ്റ് വെച്ചിട്ട് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. വർക്ക് ലൈഫ് ബാലൻസ് എല്ലാ ജോലി മേഖലയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിപ്പം സിനിമ ഞാൻ ചിലപ്പോൾ എടുത്തു പറയും, പ്രോബബ്ലി ബിക്കോസ് ഇതിനകത്ത് ഇത്രയും പൈസ, ഇത്രയും ഫെയിം, ഇത്രയും എന്താണ് ആൾക്കാർ തമ്മിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. സോ അങ്ങനെ രീതിയിൽ ഇറ്റ്സ് മോർ ഈസി ഫോർ യു ടു ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് എവിടെയെങ്കിലും നമ്മളെ തന്നെ നമ്മൾക്ക് ബോഡി യൂസ് ചെയ്യും. ഈ ഇത്രയും പൈസയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പൈസയും ഇത്രയും ഫെയിമും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട രീതിയിൽ ചിലപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടേതായ പ്രശ്നങ്ങൾ കാരണം നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ആ രീതിയിൽ ഐ ഫീൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സംതിങ് ഒന്ന് ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ടു റിയാലിറ്റി. ഇപ്പൊ ഈ തൻ്റെതല്ലാത്ത കാരണത്താൽ സിനിമയിലെത്തിയ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെലാലേട്ടൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്. ഇപ്പോൾ ബിന്ദു പണിക്കരുടെ ഫോട്ടോ അയച്ചു കൊടുത്തത് അവരൊരു കസിനാണ്. അതുപോലെ ഇപ്പോൾ ഗൗതമിയുടെ അയച്ചു കൊടുത്തത് ഫോട്ടോസ് അയച്ചു കൊടുത്ത ഒരു കസിനാണല്ലോ. അപ്പോൾ ഈ അത് അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പം മറ്റു 2 ആളുകൾക്കും സിനിമ അല്ലാതെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു അവരുടെ പ്രയോറിറ്റി, അത് തന്നെയായിരുന്നു അവരുടെ പാഷൻ, അത് തന്നെയാണ് അവരുടെ ഗോളൊക്കെ. ഗൗതമിക്ക് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണം, ഒരു പ്ലാൻ ബി വേണം. ആ ഒരു രീതിയിലാണോ അക്കാഡമിക് ആയിട്ടുള്ള ആംഗിളിൽ പോകാൻ തോന്നിയത്? എനിക്ക് പണ്ടേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആക്ച്വലി സിനിമയിൽ വരുമെന്ന്. കാരണം സ്കൂൾ തൊട്ടേ പഠിച്ച് എനിക്ക് ലൈക്ക് എൻട്രൻസ് ഒക്കെ എഴുതി ആ രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സോ സിനിമ എന്ന് പറഞ്ഞൊരു ലോകം തന്നെ വാസ് അത്രയും ചെറിയ പ്രായത്തിൽ വാസ് വെരി ന്യൂ ഫോർ മീ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഇനി കുറച്ചാൾ എൻ്റെ സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി അമ്മയ്ക്ക് വീട്ടിൽ ഭയങ്കര നിർബന്ധമായിരുന്നു പഠിത്തം തീർക്കണം എന്നുള്ളത്. അപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ട് 2ാമത്തെ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. അപ്പം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് എനിക്ക് സമയം കളഞ്ഞിട്ട് എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വന്ന ആ സമയത്തിന് പഠിക്കാം, പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിനിമ വരുവാണെങ്കിൽ സിനിമ ചെയ്യാം, അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട്.